ലക്ഷ്മിയെയും മസ്താനെയും പൊളിച്ചടുക്കി നമ്മുടെ ലാലേട്ടൻ. പൊളിച്ചടുക്കിന്നല്ല, പൊരിച്ചെടുത്തു ലാലേട്ടൻ, അങ്ങനെ വേണം പറയാൻ. അതായത് രണ്ടുപേരും ഒരേ ക്യാരക്ടറുള്ള വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു മസ്താനിൽ നിന്നും ഒരു വ്യത്യാസമെന്ന് തോന്നുന്നത് മസ്താനി സിഗരറ്റ് വലിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം സിഗരറ്റ് പാക്കറ്റ് മസ്താനിക്ക് വേണ്ടി വരാറുണ്ട്. അപ്പോൾ അതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം അവിടെ വരുമ്പോഴുള്ള മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, സംസാര രീതി, ആറ്റിറ്റ്യൂഡ് എല്ലാം ഭയങ്കര അഹങ്കാരികളായ രണ്ട് വ്യക്തികളാണ്. ആ വീട്ടിൽ അവിടെയുള്ള ആരെക്കാളും കൂടുതൽ രണ്ട് അഹങ്കാരികളാണുള്ളത്. എല്ലാ സീസണിലും ആണുങ്ങളായിരിക്കാം എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഈ സീസണിലുള്ള സ്ത്രീകളാണ് ഇത്രയും മോശമായ വാക്കുകളും ചിന്തകളൊക്കെ ഉള്ള ആളുകൾ. അതായത് ലാലേട്ടൻ്റെ ആദ്യത്തെ ചോദ്യം, ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകൾ? എന്താണ് ലക്ഷ്മി? ആൻസർ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നു, പേഴ്സണലി എനിക്ക് വിയോജിപ്പ് ഉണ്ടെന്ന്. അപ്പം ലാലേട്ടൻ പറയുന്നത്, നിങ്ങളുടെ വിയോജിപ്പ് എന്താ? നിങ്ങളുടെ ചെലവിലാണ് അവർ ജീവിക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും അവരെ എന്ന് പറയുന്നു. ഇത്തരം കമൻറ്റുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ന് പറയുന്നു ലാലേട്ടൻ. ഭയങ്കര ഫെയറാണ് കേട്ടോ. അതുപോലെ തന്നെ ലാലേട്ടൻ മസ്താനിയോടും ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ മസ്താനി പറയുന്നു, ഇത് നോർമലൈസ് ചെയ്യുന്നതോട് എനിക്കും താല്പര്യമില്ലെന്ന്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് ആർക്കും പ്രശ്നമില്ല, നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരിങ്ങനെ വെച്ചിട്ട് ചോദിക്കുക ലാലേട്ടൻ. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം എന്താണ് ഈ പ്രശ്നം എന്നുള്ള രീതി ചോദിക്കുന്നു. നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ചോദിക്കുന്നു. എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇറങ്ങിപ്പൊക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പൊക്കോളൂ എന്നാണ് ലാലേട്ടൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ രണ്ടിനെ ഒന്ന് ഇറക്കി വിട്ടെങ്കിൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ആരോടും ഒരു റെസ്പെക്റ്റും ഇല്ല, വായി തോന്നിയതൊക്കെ വിളിച്ച് പറയും. എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കുന്ന രീതിയിലാണ്. അവരവർക്ക് മാത്രം ജീവിച്ചാൽ മതി, മറ്റുള്ളവർ ആരും ജീവിക്കണ്ട. മറ്റുള്ളവരെല്ലാം മോശം, കുടുംബക്കാർ മോശം, അവരുടെ നാട്ടിലുള്ള ആൾക്കാർ വരെ മോശം. ആ രീതിയിലാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ വീട്ടിലൊന്നും അടുപ്പിക്കരുത്. കാര്യം അവിടെ വന്നു കഴിഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകളൊക്കെയും മോശമെന്ന് പറയും. ഇവർ മാത്രമാണ് ആകാശത്ത് പൊട്ടി വീണ ആൾക്കാരെന്നുള്ള രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം. വേറെ ആർക്കും ഇല്ലാത്ത പ്രത്യേകതയാണ് മസ്താനയ്ക്കും ലക്ഷ്മിക്കും ഉള്ളത്. എന്തായാലും ലാലേട്ടൻ അടിച്ച് പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഒനിലിൻ്റെ പ്രശ്നമാണ്. അതും കൂടെ ആകുമ്പോഴത്തേക്കും മസ്താനിയുടെയും ലക്ഷ്മിയുടെ കാര്യത്തിന് ഒരുവിധം തീരുമാനമാകും. നമുക്ക് നോക്കാം എന്താകുമെന്ന്. ഇനി രണ്ടും കൂടെ ഇറങ്ങി ഓടുമോ എന്ന് നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം.